മാഷേ, യെസ്. പാലക്കാടേക്ക് കൊട്ടിഘോഷിച്ച് കെട്ടിയിറക്കിയ ഡോക്ടർ പി സരിൻ്റെ ആ വരവ് LDFന് CPMന് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? ദോഷമേ ചെയ്തുള്ളൂ. ആ വരവിൽ തന്നെ, ആ എഴുന്നള്ളിപ്പിൽ തന്നെ അത് വ്യക്തമായിരുന്നു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്, ആവർത്തിച്ച് പറഞ്ഞതാണ്. ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ പാലക്കാട്ടെ CPM നേതാക്കളിൽ ഇപ്പോഴത്തെ പലരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ്. ഞാൻ വിചാരിച്ചു, ജീവിതത്തിൽ ഇമാതിരി മണ്ടത്തരം ചെയ്യാൻ ഇവർക്ക് എന്തു പറ്റി? ഒന്നുകിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയേറെ ഇപ്പോൾ ഏത് കാഴ്ച കാണുന്ന മനുഷ്യനും ഈ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സരീൻ പറയുന്ന ഓരോ വാക്കും എന്തുമാത്രം ബാലിശമാണെന്ന് മനസ്സിലാവും. പറയുന്നത് മുഴുവനും എന്നെ അവഗണിച്ച് എനിക്ക് സീറ്റ് തന്നില്ലേ, എനിക്ക് ജയസാധ്യതയുള്ള സീറ്റ് തന്നില്ല എന്നല്ലാതെ ഒരു കരച്ചിലായിരുന്നു, ഒരു നിലവിളി കൊച്ചു കുട്ടികളെപ്പോലെ വളരെ ബാലിശമായ. ഞാൻ വിചാരിച്ചു, ഇദ്ദേഹമാണോ കോൺഗ്രസിൻ്റെ IT സെല്ലിലെ സംസ്ഥാന സെല്ലിലൊക്കെ ഇത്ര ദുർബലമാണോ കോൺഗ്രസിൻ്റെ IT സെല്ലെന്ന് തോന്നിപ്പോയി. മാത്രമല്ല, എനിക്ക് ആലോചിച്ച് നോക്കൂ, വളരെ കുറഞ്ഞ കാലം കൊണ്ട് പൊളിറ്റിക്സിൽ വന്നയാൾ, ഒറ്റപ്പാലം സീറ്റ് കൊടുത്ത് ദയനീയമായിട്ട് തോറ്റുപോയ ഒരാൾ, എന്നിട്ട് പിന്നെ ഒരു ജയസാധ്യതയുള്ള സീറ്റ് വരുമ്പോൾ അതും എനിക്ക് എന്ന് പിന്നാലെ വന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ചു നിലവിളിച്ച ഒരാളെ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് CPM സ്വീകരിക്കുകയാണ്. അന്ന് ഞാൻ ബലമായി സംശയിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, CPM ഇതൊന്നും മണ്ടന്മാരല്ല. ഒന്ന് MB രാജേഷാണ്, അവിടുത്തെ നേതാക്കന്മാരൊന്നും ബാലേട്ടനാണ്, NN കൃഷ്ണദാസാണ്. ഇവരൊന്നും മോശക്കാരല്ല. സാക്ഷാൽ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ അവിടുത്തുകാരനല്ല, മലപ്പുറത്തുകാരനാണെങ്കിൽ പോലും വിജയരാഘവൻ പോലും അതിൽ നല്ല റോളുണ്ട് തീരുമാനിച്ചതിൽ. ഇവരൊന്നും മണ്ടന്മാരല്ല, വലിയ മിടുക്കന്മാരാണ്, അതിസമർത്ഥന്മാരുമാണ്. ഇവർക്ക് എന്തു പറ്റി? അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നിരിക്കണം. ആരെയൊക്കെയോ ഒതുക്കി കൂട്ടാനോ ചവിട്ടിക്കൂട്ടാനോ അട്ടിമറിക്കാനോ ഒക്കെയുള്ള നീക്കമായിരിക്കണോ അതിൽ. അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അതിനകത്ത് ഒന്നും നേടിയിട്ടില്ല. പക്ഷെ അത് ജില്ലാ നേതൃത്വമാണോ സംസ്ഥാന നേതൃത്വമാണോ ചെയ്തത്? എനിക്ക് തോന്നുന്നത് പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നേതൃത്വം തന്നെ ആവാനാണ് സാധ്യത. കാരണം അവിടെ പറഞ്ഞു കേട്ട ചില പേരുണ്ട്. ഒന്ന്, ഒരു വനിതാ നേതാവിന്റെ ഒരു ഉദയം വലിയ സാധ്യത ഉണ്ടായിരുന്നു അവിടെ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ബിനുമോളെ അതിന് വലിയ സാധ്യതകളുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ അത് ഒരു വനിതാ നേതാവിന്റെ സാധ്യത, വിജയസാധ്യത പോലും ഉണ്ടായിരുന്ന ഒന്നിനെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാവരും കൂടി നടത്തിയ ഒരു നീക്കമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ള ഒരു കാര്യം. 2, ഇതിനകത്ത് ചില പേരുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ VD സതീശൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ചില വാക്കുകളുണ്ട്, 2 വാർത്തകൾ. അപ്പോൾ പാലക്കാട്ട് ഇത്ര ദയനീയമായി എന്തുകൊണ്ടാണ് CPM തോറ്റുപോയത്? ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം എന്നേക്കുമായി പാലക്കാട് സീറ്റ് UDFന് തീരെഴുതി കൊടുത്ത സാഹചര്യം പോലെ. അതിന് പിന്നെ ഒരു അവകാശി ചലഞ്ച് ചെയ്യാൻ ഉണ്ടായിരുന്നത് BJP ആണ്. അതും ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടിൽ UDFന് വലിയ മുന്നേറ്റം നേടിക്കൊടുത്തതിൻ്റെ 2 കാരണക്കാരെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നു. ഒന്ന് പറഞ്ഞയാൾ VD സതീശനാണ്. VD സതീശൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്. നമ്മൾ വിചാരിച്ചത് അവിടുത്തെ പാർട്ടിയിൽ വിഭാഗീയത ഉള്ളത് നമുക്കറിയാം, അത് പ്രകടവുമാണ്. പലപ്പോഴും അവർ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട്, സ്വയം വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ MB രാജേഷും അളിയനും ചേർന്നുണ്ടായ തിരക്കഥയാണ് പാലക്കാട്ട് പരാജയപ്പെട്ടത്. കാര്യം മനസ്സിലായോ? റഷീദ് കണിച്ചേരിയുടെ മോനുണ്ട്, നിതിൻ കണിച്ചേരി. SFIയിലൂടെ വന്ന കാലത്ത് തന്നെ പാലക്കാട്ടെ പാർട്ടിയിൽ പലതരത്തിലുള്ള ഈ മാനിപ്പുലേഷൻ്റെയും കുതന്ത്രങ്ങളുടെയും ഒരു ആചാര്യനാണ്. അപ്പോൾ രാജേഷും അളിയനും കൂടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണിത്. എന്ന് പറഞ്ഞാൽ ആരെയൊക്കെയോ, ഇപ്പോൾ ഈ കണിച്ചേരി ഗ്രൂപ്പിലെ ആരെയൊക്കെയോ ഒതുക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു അത് എന്ന് വ്യക്തമാണ്. മനസ്സിലായി? അതാണ് ഒരു കാര്യമുള്ളത്. രണ്ടാമതൊരു പേര് കേട്ടത്, ഈ പാലക്കാട്ട് സെൽഫ് ഗോളാണല്ലോ അടിച്ചത് മുഴുവനും. CPM പാലക്കാട്ട് പുതിയ തന്ത്രം എന്ന നിലയിൽ കൊണ്ടുവന്ന എല്ലാ പ്രചാരവേലകളും എല്ലാ PR വർക്കുകളും ഒക്കെ സ്വന്തം നെഞ്ചത്തേക്ക് തിരിച്ചടിച്ച് ഇങ്ങനെ ആഞ്ഞടിച്ച് വീണുകൊണ്ടേയിരുന്നു. അങ്ങോട്ടടിക്കുന്നു, അടിച്ചതിനേക്കാൾ വേഗത്തിൽ മലർന്നു തുപ്പുന്നത് മുഖത്ത് വന്ന് പരിഹാസ്യമായി എന്ന് പറയുന്നത്, തൊട്ടടുത്ത പോസ്റ്റിലേക്ക് അടിക്കുന്ന എല്ലാ ഗോളുകളും സ്വന്തം പോസ്റ്റിലേക്ക് തിരിച്ചു വന്ന് സ്വന്തം പോസ്റ്റിലേക്ക് വീഴുന്നതാണ് കണ്ടത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാവോ? ഇതിന്റെ പിന്നിൽ ഇന്ന് പത്രങ്ങൾ കൃത്യമായിട്ട് ഒളിച്ചു വെച്ചൊരു പേര് പറയുന്നുണ്ട്, കവർ ചെയ്ത് പറയുന്നുണ്ട്. ഈ മുൻ മാധ്യമ പ്രവർത്തകനായ ഒരു CPM നേതാവാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് 2 പേരുകളെ എൻ്റെ മുമ്പിലുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ജോൺ ബ്രിട്ടാസ് ആവാൻ സാധ്യതയില്ല. ബ്രിട്ടാസ് 2 കാരണം കൊണ്ട്. ബ്രിട്ടാസ് ഈയിടെ
അദ്ദേഹത്തിന്റെ മോളുടെ കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്നൊന്ന് അകന്നു നിൽക്കുക. അതിഭീകരമായ കല്യാണമായിരുന്നു കേട്ടോ. ജാതിരഹിതവും മതാതീതവുമായ കല്യാണമായിരുന്നു എന്ന് ഇൻവെർട്ടർ കോമയിലിട്ട് പറയണം. ആചാരങ്ങളുടെ കെട്ടുകാഴ്ചയായിരുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചെന്ന് ആഘോഷപൂർവ്വം ഭക്തിയാദരപൂർവ്വം ചെന്ന് എഴുന്നള്ളിച്ച് നിന്ന കല്യാണമാണ്. അത് രണ്ട്. അപ്പം അതുകൊണ്ട് അല്ലെങ്കിലും ജോൺ ബ്രിട്ടാസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്താവുന്ന ഒരു ദേശാഭിമാനിയുടെ പ്രാദേശിക ലേഖകന്, ഡൽഹി ലേഖകന് കേരള രാഷ്ട്രീയത്തിൽ എത്താവുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്താവുന്ന ഏറ്റവും വലിയ പദവിയിൽ പിണറായി വിജയനെ സേവ പിടിച്ച് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഇനി വല്ലാതൊന്നും അധ്വാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇടതുപക്ഷം വരും, എല്ലാം നേരെയാകും എന്ന് പറഞ്ഞില്ലേ, അത് അദ്ദേഹത്തിൻ്റെയാണ് അത്ര ആ മുദ്രാവാക്യം. പാലക്കാട്ടെ മുദ്രാവാക്യങ്ങൾ തീർച്ചയായിട്ടും ആ ചുമതല വഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന എം പി നികേഷ് കുമാറിനാവാനാണ് സാധ്യത. അദ്ദേഹം ഒരുപാട് തിരക്കഥകൾ രചിച്ച് അത് നടപ്പാക്കാൻ ശ്രമിച്ചു. സ്വന്തം അവനവന് വേണ്ടി എഴുതിയ തിരക്കഥകൾ തന്നെ വിജയിച്ചിട്ടില്ലാത്ത സകല ഈ പാറപ്പുറത്തും കിണർ കുഴിച്ചു നോക്കുകയും സകല കിണറ്റിലും പാറയുണ്ടാക്കുകയും വെള്ളമുണ്ടായിരുന്ന കിണറുകളൊക്കെ വറ്റിച്ച് കളയുകയും ചെയ്ത നികേഷ് കുമാർ. അതാണ്. അതുകൊണ്ട് ഇപ്പൊ റിയലി എന്താണ് പാലക്കാട്ടെ ഇനി എന്താണ് പാലക്കാട്ടെ ഞാൻ ആ പാലക്കാട്ടത്തെ കണക്കുകളും കൂടെ പറയാം മാഷെ. അതുകൂടെ കേൾക്കുമ്പോൾ മാഷിന് കുറച്ചുകൂടെ 2021 CPM നേടിയത് 36,433 വോട്ടാണ്. അന്ന് സാക്ഷാൽ ഇ ശ്രീധരൻ മത്സരിക്കുകയാണ് അപ്പുറത്ത്. അതായത് CPM ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറിച്ച് സ്വയം ഏറ്റുവാങ്ങിയ പരാജയമാണ്. സ്വന്തം ശവക്കുഴി സ്വയം തോണ്ടുക എന്ന് പറയുന്നത്. ഇത്തവണ അത് 860 വോട്ടാണ് വർദ്ധിപ്പിക്കാൻ പറ്റിയത്. 37,293. നമ്മൾ ആലോചിക്കേണ്ടത് അപ്പുറത്ത് ഈ ശ്രീധരനല്ല, C കൃഷ്ണകുമാർ. വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച കൃഷ്ണകുമാർ. ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരനാണ്. പാലക്കാടുകാരൻ പോലും അല്ല, അതെ, വരത്തനാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞ വരത്തനാണ്. എന്നിട്ട് ആ പാലക്കാട് ജില്ല അല്ലെങ്കിൽ സമീപത്തുള്ള തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ് സരിൻ. അങ്ങനെയുള്ള സരിനെ അവിടെ മത്സരിപ്പിച്ചിട്ടും CPMന് സമ്പാദിക്കാനായത് വെറും 860 വോട്ടിൻ്റെ വർധനയാണ്. അപ്പോൾ ബാക്കി CPM വോട്ടുകൾ ഉണ്ടെങ്കിൽ അതെങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതൊന്ന്. രണ്ട്, 2021 ഷാഫി പറമ്പിൽ നേടിയത് CPMൻ്റെ സഹായത്തോടുകൂടി 54,079 വോട്ടാണ്. അതിപ്പോൾ 58,389 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ. വലിയ ഭൂരിപക്ഷവും നേടി. ഈ അടി കിട്ടിയത് ഏറ്റവും കൂടുതൽ BJPക്ക് തന്നെയാണ്, അതിൽ സംശയമില്ല. NDAക്കാണ് വലിയ നഷ്ടം ഉണ്ടായത്. ഈ രാഹുൽ ഷാഫിയുടേതിൽ നിന്ന് 4,310 വോട്ടുകൾ വർദ്ധിപ്പിച്ചു. NDAയുടെ കഥയാണ് വളരെ ദയനീയം. 16,671 വോട്ടാണ് 2021 നിന്ന് കുറഞ്ഞിരിക്കുന്നത്. ചെറിയ കുറവല്ല. അത് ഞാൻ ആ കണക്ക് എടുത്തു പറയാനൊരു കാരണമുണ്ട്, അതും മാഷിനോട് പറയാം. ഈ കൃഷ്ണകുമാറിന് ഇക്കുറി നേടാനായത് 39,549 ശരിയാണ്. ഈ ശ്രീധരനുമായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, വലിയ അന്തരമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ ശ്രീധരൻ 50,000 ചില്ലോന വോട്ട് പിടിച്ചു. 50,220 വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. പക്ഷേ ഈ 16,671 വോട്ട് കൃഷ്ണകുമാറിന് കുറഞ്ഞിട്ടും CPMനത് വർദ്ധിപ്പിക്കാനായില്ല. അത് മുഴുവനും രാഹുൽ വാരിക്കൊണ്ടുപോയി എന്നുള്ള, ഞാൻ ആ പോയിന്റാണ് പറയാൻ വന്നത്. ഈ സാധാരണ അവിടെ BJP ഇത്രയും മുന്നേറി നിൽക്കുന്ന, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന, എന്നിട്ട് BJP 2ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന മണ്ഡലത്തിൽ BJPയിൽ നിന്ന് പോയ വോട്ട് കോൺഗ്രസ്സിന്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. CPMൻ്റെ വോട്ട് കഴിഞ്ഞ തവണ CPM മറിച്ചു കൊടുത്ത വോട്ടാണ്. ഇത്തവണ CPM വോട്ടൊന്നും മറിച്ചിട്ടില്ല. സ്വന്തമായിട്ട് കൃത്യമായിട്ട് അവരുടെ വോട്ട് അത്രയും പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും CPMന് വെറും 860 വോട്ടിൻ്റെ വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ രാഷ്ട്രീയം, പാലക്കാട് സംഭവിച്ചിരിക്കുന്ന ഈ വോട്ടിംഗ് പാറ്റേൺ എന്താണ് മാഷെ സൂചിപ്പിക്കുന്നത്? അത് ഇനിയും ഒറ്റ കാര്യം കൂടി, ഈ പാലക്കാട് CPMന് ഒരു ഭാവി ഉണ്ടോ? പാലക്കാട് മണ്ഡലം CPMന് തിരിച്ചു പിടിക്കാൻ എളുപ്പം അല്ല. ഇനിയുള്ള അങ്ങോട്ട് അത്രയേറെ രാഷ്ട്രീയ പാതകങ്ങളാണ് CPM അവിടെ ചെയ്തത്. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയം. ഇന്നലെ വരെ അപ്പുറത്ത് നിന്ന് CPMനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരുന്ന ഒരാൾ, കയ്യിലാണെങ്കിൽ മൗലികമായി ഒരു മരുന്നുമില്ല. ഇപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഉള്ളിൽ മരുന്നുണ്ടോ, അന്തർദം ഹേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ചോദ്യമാണത്, വലിയ ചോദ്യമാണത്. അപ്പോൾ ഉള്ളിൽ കാമ്പില്ല എന്ന് ഉറപ്പുള്ള ഒരുത്തനെ
ഒരു ഉള്ളു ശൂന്യമായ ഒരുത്തനെ, മെഡിക്കൽ ഡിഗ്രി ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങനെ ഒരുത്തനെ സ്ഥാനാർത്ഥിയായി അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ CPM സ്വീകരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അത്. 2, പാർട്ടിയിൽ ആരെങ്കിലും ഒതുക്കാൻ വേണ്ടി ഹിഡൻ അജണ്ട വെച്ച് ഇമാതിരിയുള്ള ചരക്കുകളെ ഇറക്കിക്കൊണ്ടുവന്നതിൻ്റെ അപകടം. മൂന്നാമത്തെ ഒരു അപകടം, ഒരു രാഷ്ട്രീയ എതിരാളിയെ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി മറിച്ച് വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കിയാൽ ആ ട്രെൻഡ് തുടരും. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഷാഫിക്ക് വോട്ട് ചെയ്യാമെങ്കിൽ പിന്നെന്താ നമുക്ക് രാഹുലിനും ചെയ്തുകൂടെ? അതാണ് ഒന്ന്. നാലാമത്തെ ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം മാത്രമല്ല, ഐഡിയോളജി മാത്രമല്ല, വ്യക്തിയും പ്രധാനമാണ്, വ്യക്തിത്വം വളരെ പ്രധാനമാണ്. നമ്മൾ ഈ കാണുന്ന കാഴ്ച ദൂരത്തിരുന്നുകൊണ്ട് സരിൻ എന്ന വ്യക്തിയെ വിലയിരുത്താൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നന്നായി പാലക്കാട്ടുകാർക്ക് പറ്റില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് CPM-കാർക്ക് ഈ 830 വോട്ട് കൂടി എന്ന് പറഞ്ഞാൽ അവിടെ വോട്ടർ പട്ടികയിൽ കൂടിയ വോട്ടിന്റെ ശതമാനം മാത്രമല്ല, വളരെ ചെറിയൊരു ശതമാനം. അതേ സമയത്ത് നഷ്ടപ്പെട്ട കണക്കെടുക്കുമ്പോഴോ അത് വളരെ വലുതുമാണ്, വളരെ വലിയ ആഘാതമാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു BJPക്ക് വലിയൊരു വോട്ട്, സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും BJPക്ക് വോട്ട് നഷ്ടപ്പെട്ടെങ്കിലും സത്യത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി BJPയേക്കാൾ കൂടുതൽ CPM-നാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം CPM ഇതിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ പാലക്കാടുകൾ കേരളത്തിലെമ്പാടും ആവർത്തിക്കും. ഉണ്ടാവും. ഒറ്റ കാര്യം കൂടി, BJP വോട്ട് അവരുടേതായ ഏതെങ്കിലും കാരണം, പ്രാദേശികമായ കാരണങ്ങളാൽ സ്ഥാനാർത്ഥിയോടുള്ള വിരോധം, പാർട്ടിയിലെ വിഭാഗീയത, എന്ത് കാരണം കൊണ്ടായാലും ഇത്തെരഞ്ഞെടുപ്പിൽ UDF-ന് മറിച്ചു കൊടുത്തെങ്കിൽ BJPക്ക് അതൊരു പുതുമയല്ല, അത് തെറ്റല്ല, ഒരു പ്രതിക്രിയ മാത്രമാണ്. കാരണം കോൺഗ്രസ്സുകാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി CPM-കാരും കോൺഗ്രസ്സുകാരും ഒന്നിച്ചതുപോലെ, അല്ലെങ്കിൽ CPM-കാർക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാമെങ്കിൽ ഇത്തവണ അവർക്ക് അതേ പാറ്റേണിൽ അവർക്ക് വിരോധമുള്ള സ്വന്തം നേതാവിനെ തോൽപ്പിക്കാൻ അത് ഉപയോഗിക്കാമല്ലോ, ആ പാറ്റേൺ. അതുകൊണ്ട് BJP-ക്കാർ ബുദ്ധിപൂർവ്വം നീങ്ങിയെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ CPM കാണിച്ചത് മണ്ടത്തരമാണ്. CPM കാണിച്ച മണ്ടത്തരത്തിന് ചരിത്രം വലിയ വില കൊടുക്കേണ്ടി വരും പാർട്ടി.